നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വികസനവും രാഷ്ട്രീയവുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നതെന്നും പെൻഷനോട് എന്തിനാണ് വലതുപക്ഷത്തിന് ഇത്ര അസഹിഷ്ണുതയെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് നിലമ്പൂരിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ആശംസകൾ. എങ്ങനെയായിരിക്കും നിലമ്പൂരിലെ ജനവിധി? എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. നിലമ്പൂരിലെ ജനവിധി എങ്ങനെയായിരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് M സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതാണ് പൊതുവെ ട്രെൻഡ് കാണാനുള്ളത്. ഞങ്ങളിപ്പോൾ പലയിടത്തും കയറി വോട്ട് അഭ്യർത്ഥിച്ചു. അവിടെ നിന്നൊക്കെ വളരെ പോസിറ്റീവാണ്. ഇന്ന് സ്വരാജിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 2 LDF സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ പൊതുവെ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ അഴിമതിരഹിത സർക്കാരാണ്. നേരത്തെ 2011-16 കാലഘട്ടത്തിലെ UDF ഭരണം അതൊരു പേടി സ്വപ്നമാണ് ഈ നിലമ്പൂരുള്ളവർക്കും കേരളത്തിലാകെയും. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷം എല്ലാ നിലയിലും ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് പൊതുസ്ഥിതി. വികസനം തന്നെയാണ് LDFിൻ്റെ പ്രധാന പ്രചരണ ആയുധം. വികസനവും എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യണം. വികസനം ചർച്ച ചെയ്യണം, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അതിൽ BJPയും കോൺഗ്രസും എടുക്കുന്ന തെറ്റായ സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. എല്ലാം ചർച്ച ചെയ്യപ്പെടണം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെ. തുറന്നൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ളൊരു അവസരമാണല്ലോ തെരഞ്ഞെടുപ്പ്. അത് നല്ല നിലയിൽ നമുക്ക് വിനിയോഗിക്കാം. പ്രതിപക്ഷം ഇവിടെ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട പ്രസ്താവനയൊക്കെ വലിയ രീതിയിൽ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാക്കൾ അതിലാണ് ഊന്നി ചർച്ച ചെയ്യുന്നത്. പെൻഷനോട് എന്താണ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ള സമീപനം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളിലെന്നും കോൺഗ്രസ് സർക്കാരുകൾ കേരളത്തിൽ പിറകോട്ടായിരുന്നു. കുടിശ്ശിക വരുത്തിയതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ദേശീയപാത കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാത്തതിൻ്റെ ഭാഗമായി മുടങ്ങിപ്പോയതാണ്. അന്ന് ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിരുന്നു. ഗ്രൂപ്പ് പോരിന് കൊടുത്ത താല്പര്യത്തിൻ്റെ 100-1 അന്ന് ദേശീയപാത വികസനത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. അന്ന് മുടങ്ങിപ്പോയി. 2016 ഇടതുപക്ഷ സർക്കാർ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറായി. 5600 കോടി രൂപ. ഭൂമി ഏറ്റെടുക്കൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ഭൂമി ഏറ്റെടുക്കൽ അതും പ്രതിസന്ധികളെയൊക്കെ മുറിച്ച് കിടന്ന് നടത്തി. കുട്ടൻ്റെ നാട്ടിലൊക്കെ അറിയാമല്ലോ, വയൽക്കിളി സമരമൊക്കെ അതൊക്കെ നടത്തി. ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പൂർണ്ണ ചുമതല NHAIക്കാണ്. അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റിംഗ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനം എടുക്കുന്നു. ഇപ്പോൾ നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു, ദൗർഭാഗ്യരാണ്. അത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി ഇടപെടുന്നുണ്ട്. എന്നാൽ ഇതാ ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഈ പദ്ധതി മുടക്കാനുള്ള ശ്രമമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. അതിനെതിരെ ജനങ്ങളിപ്പോൾ തന്നെ റെഡിയായി കഴിഞ്ഞു. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു. ദേശീയപാത വികസനം അതിൻ്റെ നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ പരിഹരിക്കണം, കർക്കശ നിലപാട് സ്വീകരിക്കണം. എന്നാൽ ആ പദ്ധതി ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പദ്ധതിയുടെ പോക്കിനെ തടയിടുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പ്രചരണത്തിൽ സജീവമായി ഇന്നു മുതൽ മന്ത്രി ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അതപ്പോൾ MLAമാരുണ്ട്, കോഴിക്കോട് ഡെപ്യൂട്ടി മേയറുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ആ രാഷ്ട്രീയ പോരാട്ടം തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലമ്പൂരിന് ആവേശമായി കൊണ്ടാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും ഇവിടെ പ്രചരണത്തിന് എത്തിയിരിക്കുന്നത്. സ്വരാജിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇന്നു മുതൽ മന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ യുവജന നേതാക്കൾ MLAമാരൊക്കെ വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രചാരണ രംഗത്തുണ്ട്.